യഥാർത്ഥത്തിൽ ഈ ആക്രമണം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇനിയും വന്നു ചേരാനുണ്ട്. ഖത്തറിന്റെ വിദേശകാര്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഏതാനും സമയങ്ങൾ നടക്കാനിരിക്കുകയാണ്. ലഭ്യമായ വിവരങ്ങൾ, വാർത്തകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, പീസ് പ്രോസസ്, സമാധാന ശ്രമങ്ങൾക്ക്, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന ശ്രമങ്ങൾ ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ് എന്നുള്ള സൂചനകളാണ് ഈ ആക്രമണം ലോക ജനതയ്ക്ക് മുമ്പ് കൊടുക്കുന്ന ഒരു കാര്യം, ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഇതുവരെ ഖത്തറിന്റെ ഒക്കെ അക്ഷീണ പ്രയത്നം നിലവിലുള്ള പീസ് പ്രോസസ്സിൽ, സമാധാന പുനഃസ്ഥാപനത്തിൽ ഖത്തർ എടുത്തുകൊണ്ടിരിക്കുന്ന ഇനീഷ്യേറ്റീവ്, ഖത്തർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ലോക ജനത മുഴുവൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, ഒരു പക്ഷേ നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒക്കെ താല്പര്യപ്രകാരം തന്നെയാണ് ഖത്തറിന്റെ പീസ് പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിരുന്ന ഈ ആക്രമണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അമേരിക്കയുടെ പോലും താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടാണ് നിലവിൽ ഇസ്രായേൽ എന്നുള്ള ഒരു രാജ്യം പ്രദേശത്തെ, ഈ റീജിയണിലെ ഒരു ബുള്ളി കൺട്രി ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഇല്ലാതെയാണ് ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ലെബനാനിൽ, സിറിയയിൽ, ഇപ്പൊ ഇറാനിൽ, ഇതാ വന്നിരിക്കുന്നു ഖത്തറിൽ. അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള പ്ലാൻ പ്രഖ്യാപിച്ചിട്ട് ആഴ്ചകൾ, അത് അസേർട്ട് ചെയ്ത് വീണ്ടും നെതന്യാഹു പ്രഖ്യാപിച്ചിട്ട് ആഴ്ചകൾ പിന്നിട്ടേ ഉള്ളൂ. പരിസരത്തുള്ള എല്ലാ രാജ്യങ്ങളും ഈജിപ്തിനെ ഭീഷണിപ്പെടുത്തുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സൈനിക നടപടികൾ ഈജിപ്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ശക്തമായ പ്രതികരണം ഈജിപ്ത് കാണേണ്ടി വരും എന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ പ്രദേശത്തെ എല്ലാ രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തി അവരുടെ സോവറിനിറ്റിയെ കടന്നാക്രമിച്ചുകൊണ്ടൊക്കെയുള്ള നിരന്തരമായ കരാർ ലംഘനങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ ഒരു സിവിലൈസ്ഡ് കൺട്രി അല്ലെങ്കിൽ ഒരു സിവിലൈസ്ഡ് ജനത എന്നുള്ളതിൽ നിന്ന് ഇസ്രായേൽ എത്രയോ പിറകോട്ട് പോയി എന്നുള്ളത് ആണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മറ്റൊരു കാര്യം, അന്താരാഷ്ട്ര മേഖലകളിലൊക്കെ ഇസ്രായേൽ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പിലത്തെ ആഴ്ച തന്നെ വീണ്ടും യുദ്ധം പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള വാർത്തകൾ വളരെ സജീവമായിരുന്നു. റഷ്യ അവരുടെ ഡിപ്ലോമാറ്റ്സിനെ പ്രത്യേക ഫ്ലൈറ്റ് അയച്ചുകൊണ്ട് ഇസ്രായേൽ എംബസിയിൽ നിന്ന് റഷ്യൻ ഡിപ്ലോമാറ്റുകളെ ഇവാക്യുവേറ്റ് ചെയ്തിരുന്നു. യുദ്ധത്തിന്റെ വ്യത്യസ്തമായ ഫ്രണ്ടുകളിലൂടെ വീണ്ടും മുന്നോട്ട് പോകാനുള്ള ശ്രമം ഇസ്രായേൽ നടത്തുകയാണ് എന്നുള്ള സ്പെക്കുലേഷൻസ്, കണക്കുകൂട്ടലുകൾ വ്യാപകമായി തന്നെ രണ്ടാഴ്ച മുമ്പ് അന്താരാഷ്ട്ര മീഡിയകളും ഡിപ്ലോമാറ്റിക് സർക്കിളുകളും ഒക്കെ ചർച്ച ചെയ്തിരുന്നു.